ദൈവമേ, കേരളം മൊത്തം ഉണ്ടല്ലോ ടേബിളില്. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ. എന്നും പ്രതീക്ഷിക്കണ്ട. എന്തേ? ഹേയ്, ഞാൻ പെട്ടെന്ന് എൻ്റെ കുബൂസിനെ കുറിച്ച് ഓർത്തു പോയതാ. കുബൂസിനെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം. എടി, നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിയിരുന്നത്. മോളെ, ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം. അല്ലച്ചാ, ഓ, അപ്പൊ ഈ കഞ്ഞി സൂപ്പൊക്കെ കഴിക്കുന്നവരോ, അവർക്ക് ഈ ലിക്വിഡിന്റെ പ്രശ്നമില്ലേ? അത് കഞ്ഞി സൂപ്പും, ഇത് ചോറല്ലേ, അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഏയ്, ഇത് എത്ര വറ്റ അങ്ങനെ കളഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പു. ഓരോ അരിമണിയിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവുന്ന പറയുക. ഫുഡിനെ റെസ്പെക്ട് ചെയ്യണം. സോറി അച്ഛാ, ഇനി ശ്രദ്ധിച്ചോളാം. ഓ, PG നന്ദകുമാർ, ഇതിൽ അച്ഛന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ബ്രില്യൻ. ടിഷ്യൂ ഇല്ലേ ജൂലി? ടിഷ്യൂവും കുബൂസൊക്കെ ഇനി മറന്നേക്ക്. ഒരു ഉണ്ടക്കണ്ണി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അച്ഛൻ അമ്മയോട് ഇഷ്ടമാണെന്ന് അവള് മനസ്സിലാക്കിട്ടെ. എന്തൊരു കൊതുക് അവിടെ. ദുബായിലാണെങ്കിൽ ഒറ്റ കൊതുകില്ല. ദുബായിലെ കൊതുകൊക്കെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സമാധാനം അറിയാം. ആ സമാധാനത്തിൻ്റെ കൂടെ കുറച്ച് മധുരവും കഴിക്കാം. പുതിയ നമ്മുടെ അപ്പുന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആട്ടോ. മനസ്സിന്റെ ആരോഗ്യ. മനസ്സിന്റെ ആരോഗ്യമൊക്കെ കണക്കാ. ചില സമയത്ത് അവളുടെ ടാൻഡ്രംസ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഒറ്റയ്ക്കൊരു ടീനേജറെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാ. അവളെ മാനേജ് ചെയ്യണമെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. അല്ലാതെ ഹെഡ് മാഷ് ആകാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ റിബലാവും. എന്തായാലും നീ ഇത്രത്തോളൊക്കെ എത്തിച്ചില്ലേ. അവളുടെ കളിയും കുറുമ്പും ഒന്നും നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനുള്ള ചാൻസ് ഒക്കെ അവൾ ഇഷ്ടം പോലെ തന്നോളും. സമയം കിടക്കല്ലേ. പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ട് എന്താ പ്ലാൻ? ജീവിക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ മോള് പോകേണ്ട. ഇത്രയും കാലം തല ഉയർത്തിപ്പിടിച്ചതല്ലേ ജീവിച്ചത്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. പുറമേ നിന്ന് കിട്ടിയ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും പ്രൊഫഷണലിസവും അതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറിയത്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. 10-15 കൊല്ലമായിട്ട് കടിച്ചു പിടിച്ച് മാറ്റി വെച്ച ജീവിതം ശരിക്കും നമ്മൾ തുടങ്ങാൻ പോവാ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിട്ടാണോ? ദേ, നിങ്ങളുടെ ബ്രൈറ്റ് ആൻഡ് ബ്രില്യൻ ഗേൾ കിടന്നു. ജീവിതം നമുക്ക് നാളെ തുടങ്ങാം. ഇവിടെ വേദനയുണ്ടോ? കുറച്ച്. ഇവിടെയോ? കുറച്ച്. ആ, അപ്പൊ എഴുന്നേറ്റിരിക്കേ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ? കുറവാ ഡോക്ടർ. ഓ, നീ അതോടെ വെച്ചോണ്ട് നന്ദ. 5-8 കൊല്ലായതാ. വേറൊരെണ്ണം വാങ്ങാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കേടായത് വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്ന ശീലേ പണ്ട് ദുബായിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് നന്നാക്കാൻ കൊടുത്താലേ പുതിയത് വാങ്ങണേലും കാശാവും. ഇനിയിപ്പം മെക്കാനിക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ. മരുന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. പറഞ്ഞ പത്യവും ചിട്ടയും ഒന്നും തെറ്റണ്ട. ഉത്സാഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് താഴെ പോകാതെ നോക്കണം. ശരി ഡോക്ടർ. ആഹാ, ഇത് ശരിയായി അല്ലേ? അപ്പൊ ഇതിന് കുറച്ചുകൂടി കാലം ഓടുമല്ലോ എന്നെ പോലെ.
അച്ഛൻ ഫുൾ കണ്ടീഷൻ അല്ലേ, നിറയെ പേഷ്യൻസും ഇഷ്ടം പോലെ കാശും. കാശൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി വേൾഡ് ടൂർ പോകാനുള്ളതാ. ഓഹോ, വയസ്സുകാലത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ആ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വയസ്സായ മക്കൾ തന്നെ നോക്കണമെന്ന് വാശി പിടിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഞങ്ങൾ ആ ടൈപ്പല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശും വേണ്ട, പ്രൊട്ടക്ഷനും വേണ്ട. മക്കളുടെ കാര്യം നോക്കുക, ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അതെങ്ങനെ ശരിയാവുക? മക്കളെ നോക്കേണ്ടത് അച്ഛന്റെ കടമയല്ലേ. പ്രായമായി എന്ന് കരുതിയേ അതിനിളവൊന്നും വേണ്ട. ഓ, അച്ഛൻ എന്തായാലും റെസ്റ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിത് റെസ്റ്റ് എടുക്കാമല്ലോ. അതിന് വിരോധമൊന്നുമില്ല. നീ ഇന്ന് ഫ്രീ ആണോ? ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീ അല്ലേ? ആ, മാധവൻ നമ്പൂതിരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വന്നിരുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഓ. ശരിക്കും ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പഴയ പോലെ വർക്ക്ഷോപ്പ് തന്നെയാണോ? ഏയ്, അതൊന്നും ശരിയാവില്ല. ഒരു ഓർഗാനിക് കറി പൗഡറിന്റെ യൂണിറ്റ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ. വേൾഡ് ടൂറൊക്കെ ഞാൻ സഫാരി ചാനലിൽ കാണുന്നുണ്ട്. കാശൊക്കെ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാവും. അച്ഛനല്ലേ എന്റെ ധൈര്യം. കാശൊന്നും ആവശ്യമില്ല അച്ഛൻ. അച്ഛൻ ഇതുപോലെ ഉഷാറായിട്ട് കൂടെ ഉണ്ടായാൽ മതി. പുകയില വേണ്ടല്ലോ അല്ലേ? പുകയിലില്ലാണ്ട് എന്ത് മുറുക്കാനാ? ഒന്ന് മുറുക്കിന്ന് തോന്നണമെങ്കിൽ പുകയില വേണം. ആവാം. താൻ ഇതും കൊണ്ടൊന്ന് അകത്തേക്ക് പോവുക. ആ ഡോക്ടറെ കണ്ടാ പിന്നെ അത് മതി. പോയിക്കൊള്ളുക. ഒന്ന് വേഗാവട്ടെ. കിടപ്പാണെന്ന് പറഞ്ഞിട്ട് നല്ല ഉഷാറിലാണല്ലോ തിരുമേനി. കിടപ്പാണെന്ന് പറഞ്ഞാലല്ലേ ഡോക്ടർ ഒന്നും ഇങ്ങോട്ട് എഴുന്നുള്ളൂ. ഓ, ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? ഒന്ന് കാണണം തോന്നി. എന്നാൽ ചില അസ്വസ്ഥതകളൊന്നും ഇല്ല. ഇയാൾ ദുബായിലല്ലേ? പോന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. നന്നായി. അച്ഛനൊരു കൂട്ടായല്ലോ. എന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു വിഷമം? ഇത്തിരി അജീർണുണ്ട്. ശോധനയും വളരെ കമ്മി. മൂത്രത്തിൽ ചെറുതായ ഒരു മഞ്ഞുണ്ടോ എന്നൊരു സംശയം. നോക്കട്ടെ. എന്താ? ഓ, വടക്കേ തൊടിയിൽ കീഴാർനെല്ലി ഉണ്ടാവും. കുറച്ച് തഴുതാമ്യം പറിച്ചോളൂ. തഴുതാമ വേണോ? അതെന്താ കീഴാർനെല്ലി സമ്മതിക്കില്ലേ? ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം? പേരക്കുട്ടികൾ കൽക്കത്തയിൽ നിന്ന് വന്നിരുന്നു. അവര് ബാറ്റ് കളിക്കുമ്പോ ഞാൻ ഇറങ്ങി 2 അടി അടിച്ചു. ആഹാ. 3ാമത്തെ അടിക്ക് ഒരൊറ്റ പുറ്റത്താണ് ഈ ഭാഗം. ആ. ഭയങ്കര വേദന, അനക്കാൻ വയ്യ. തോന്നിയാസത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് അയ്യോ, അങ്ങനെ ഇതൊരു മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലേ? അതിന് ഈ മെക്കാനിക്ക് മതി. എന്താ ഒന്ന് നോക്കി. ഇയാൾ മതിയോ? ആ, ഇയാൾ കുറേ നാളെ എൻ്റെ കൂടെ നടന്നതല്ലേ? തിരുമേനി, ഇവിടെ അല്ലേ വേദന എന്ന് പറഞ്ഞ? അല്ലേ? ശിവനെ. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിയായല്ലോ. ഓ, ആ, കൊള്ളാലോ മെക്കാനിക്ക്.